ശരി. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നിയമവിദഗ്ധൻ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ഷാ, ഈ ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്ന് നിമിഷങ്ങൾക്കകം സിദ്ദിഖ് അപ്രത്യക്ഷനാവുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം നെടുമ്പാശ്ശേരി ഒരു ഹോട്ടലിലുണ്ടായിരുന്നു. കവിയൂർ പൊന്നയുടെ സംസ്കാര ചടങ്ങിൽ ഉടനീളം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തെ സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരമൊരുക്കുകയാണെന്നൊരു ആക്ഷേപം വരുന്നുണ്ട്. എന്ത് തോന്നുന്നു? അല്ല, തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ സമീപിക്കുക എന്ന ഇന്റൻഷനിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാറി നിൽക്കുന്നത്. പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് പോലീസിന്റെ ഇന്റൻഷൻ ടു അറസ്റ്റ് ആണ്. അത് നെസസറി ആണെന്ന് പോലീസിന് തോന്നാം, നെസസറി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഒരു ക്രൈം ഒരു നോൺ പേരബിൾ ഓഫൻസ് ഉണ്ട് ഒരു ക്രൈമിൽ ഉണ്ടെങ്കിൽ പോലും പോലീസ് ക്യാൻ ഡിസൈഡ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. അറസ്റ്റ് റിക്വയർഡ് ആണോ തീരുമാനിക്കേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയാൽ അപ്പോൾ തന്നെ അറസ്റ്റ് മാൻഡേറ്ററി ആണെന്നല്ല അതിനർത്ഥം. പോലീസിന്റെ ഡിസിഷന്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ അത് റിക്വയർഡ് ആണോ എന്നുള്ളത് പോലീസ് നോക്കണം. ഇവിടെ സുപ്രീം കോടതി പോകാനുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പ്രതി അയാള് മാറി നിൽക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ല, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒരു അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പോലീസിന് അറസ്റ്റ് അനിവാര്യമാണെന്ന് തോന്നുന്ന സാഹചര്യം എന്താണ്? അറസ്റ്റ് അനിവാര്യമാണ് എന്ന് തോന്നുന്ന സാഹചര്യം ആ ക്രൈമിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ മുന്നോട്ട് പോയി അറസ്റ്റ് ചെയ്ത് വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യാതെ വേണം 41 നോട്ടീസ് കൊടുത്തിട്ട് ചോദ്യം ചെയ്തിട്ട് വിടാം. ചോദ്യം ചെയ്തിട്ട് വിട്ടതിന് ശേഷം അനിവാര്യമാണെന്ന് തോന്നിയാൽ മാത്രം അറസ്റ്റ് ചെയ്താൽ മതി. കാരണം അത് അബ്സ്കോണ്ട് ചെയ്ത് പോകുന്ന ഒരാളല്ല എന്ന് തോന്നിയാൽ ഒരുപക്ഷെ അറസ്റ്റ് ഒഴിവാക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇത് പോലീസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ യൂഷ്വൽ കോഴ്സിൽ ഇപ്പോൾ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയാൽ പിറ്റേന്ന് അറസ്റ്റ് ചെയ്യണം എന്നത് മാൻഡേറ്ററി അല്ല. അതാണ് അതിന്റെ ഫാക്ട്. പിന്നെ സുപ്രീം കോടതി ഈ ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ അതിജീവിതയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിന് തെളിവ് നശിപ്പിക്കാനുള്ള സൗകര്യം അന്വേഷണ സംഘം ചെയ്തു കൊടുക്കുകയാണെന്ന് അവർക്ക് സംശയമുണ്ട്. മറ്റൊരു കാര്യം, ഇന്നേ വരെ ഈ കേസെടുത്തതിന് ശേഷം ഇന്നേ വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ തെളിവിടുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ സമീപിച്ചിട്ടേ ഇല്ല പോലീസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ വളരെ നിർണായക തെളിവായ നടൻ സിദ്ദിഖിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇതിനകം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. തെളിവ് നശിപ്പിക്കൽ നടന്നിരിക്കുന്നു എന്നാണ് കോടതിയിൽ വാദിച്ചത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, കേൾക്കാം. ഈ കേസിന്റെ കംപ്ലൈന്റിന്റെ ഡിലേ ഈ കേസിനെ സംബന്ധിച്ച് ഫെയ്റ്റലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കേണ്ട തെളിവുകളുടെ അഭാവം തീർച്ചയായിട്ടും ആ കേസിലുണ്ടാവും എന്ന് വെച്ച് കംപ്ലൈന്റ് കൊടുത്തുകൂടായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറവുകൾ അവിടെ ഉണ്ടാവും. ബേസ് ചെയ്തുകൊണ്ട് നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ അറസ്റ്റ് റിക്വയർഡ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അറസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടേ ഇല്ല എന്നത് എന്താ പറയുന്നത്, പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ചയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതാത് സ്റ്റേജിലുള്ള ഡിസ്കഷൻ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഞാൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഈ കേസിൽ വളരെ നിർണായകമായ ഒരു തെളിവാണ്. ആ തെളിവ് നശിപ്പിക്കപ്പെട്ടത് ഈ FIR ഇട്ട് ഇതുവരെയുള്ള സമയത്തിനിടയ്ക്കാണ്, ഈ ജാമ്യഹർജി തള്ളുന്ന സമയത്തിനിടയ്ക്കാണ് നശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അറസ്റ്റ് അനിവാര്യമാണെന്ന് തോന്നുന്ന ഒരു സാഹചര്യമല്ലേ അത്? റിട്രീവബിൾ ആണ് അത്ര കാര്യങ്ങളൊക്കെ. ഫേസ്ബുക്കിന്റെ കാര്യങ്ങളൊക്കെ റിട്രീവബിൾ ആണ്. ഫേസ്ബുക്ക് അതോറിറ്റീസിന് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ തന്നെ റിട്രീവബിൾ ആയ കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്തൊരു അത് പോയി എന്നതൊന്നും ആ കേസിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് അറസ്റ്റ് വേണമെന്ന് പറയുന്നത് കാര്യമില്ല. അതേസമയം സാക്ഷിയെ സ്വാധീനിക്കപ്പെട്ടേക്കാം എന്ന വിഷയം സാക്ഷി പേടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റിതര സാക്ഷികളെ സ്വാധീനിക്കപ്പെടുമെന്ന് സാക്ഷി പേടിക്കുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുറത്ത് വയ്ക്കുന്നത് കൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഫേസ്ബുക്ക് ഒക്കെ ഇതിനെ പരിധി കൈകാര്യം ചെയ്യുന്നതാണ് ഇവരെ പോലുള്ള ആളുകളുടെ. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതൊരു റീസൺ ആക്കാൻ പറ്റില്ല. പക്ഷെ പ്രതികളെ സ്വാധീനിക്കുക, പിന്നെ മറ്റെന്തെങ്കിലും തെളിവുകൾ നശിപ്പിക്കുക തുടങ്ങിയ കാര്യത്തെക്കുറിച്ചുള്ള ഭീതിയാണ്. പക്ഷേ സുപ്രീം കോടതിയിൽ പോകുക എന്നുള്ളത് പ്രതിയുടെ റൈറ്റ് തന്നെയാണ്. നമ്മൾ സുപ്രീം കോടതി പോകാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ അയാൾ സുപ്രീം കോടതിയിൽ പോകും. ആ പോകുന്നതിന് വേണ്ടി അയാൾ മാറി നിൽക്കുകയാണ്. വേണമെങ്കിൽ ഇൻ ദ മെയിൻ ടൈം പോലീസിന് അറസ്റ്റ് റിക്കോർഡ് ആണെന്ന് കേട്ടാൽ വേണം തോന്നിയാൽ പോലീസ് പോയി അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി തീരുമാനം കൊണ്ട് വന്നിട്ട് ഒരു പക്ഷേ അവർ അറസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വാർത്തകൾ പ്രതികരിച്ചതിന്. ഹരിമോഹൻ കൂടി ചേരുന്നു. ഹരി, ഇനി പോലീസിന് മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്?